ഹലോ എവ്രിവൺ, ലോഗ്രാറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ SCRTയുടെ ടേബിൾ കണ്ടൻസ് ആണ് ഉൾപ്പെടുത്തിയിരുന്നത്. അതിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ നമ്മളിന്ന് നോക്കുന്നത്. ഇപ്പോൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള SCRT ടെസ്റ്റിലുള്ള ടേബിൾസും ഒക്കെ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയുടെയും കേരള ഹിസ്റ്ററിയുടെയും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും ഭാഗങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ജോഗ്രഫിയും ഇതുപോലെ തന്നെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ സയൻസിൻ്റെതും ഇതുപോലെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. എക്സാമിന് അടുത്തെത്തി സ്റ്റേജ് 1 ഉള്ളവർ നന്നായിട്ട് തന്നെ ഈ ടൈമുകൾ യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായി കൊടുത്തിരിക്കുന്നത് ഗാന്ധിജിയും ദക്ഷിണാഫ്രിക്കയും എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഗാന്ധിജി എന്തിനാണ് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് എന്നതാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസുകൾ വാദിക്കാനായിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് ചെല്ലുന്നത്. ഗുജറാത്തി വ്യാപാരിയായിട്ടുള്ള ദാദാ അബ്ദുള്ള ഓർത്തിരിക്കുക. ദർബാനിൽ നിന്ന് പെട്രിയോയിലേക്കുള്ള ട്രെയിൻ യാത്രയിലാണ് ഗാന്ധിജിക്ക് എന്ത് ചെയ്തത്, ദുരനുഭവം ഏൽക്കേണ്ടി വന്നത്. ഗാന്ധിജിയെ ട്രെയിനിൽ നിന്നും ഇറക്കി വിടുന്നതൊക്കെ ഈ ഒരു വേളയിലാണ്. ഇനി നോക്കാനുള്ളത് ഗാന്ധിജി എത്ര വർഷക്കാലത്തോളം ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നു. ഏതാണ്ട് 21 വർഷക്കാലം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇവിടെ നിന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ആരുടെ കേസുകൾ വാദിക്കാനാണ്? ദാദാ അബ്ദുള്ള ഗുജറാത്തി വ്യാപാരിയായിരുന്നു. ദർബനിൽ നിന്ന് പെട്രിയോട്ടയിലേക്കുള്ള ട്രെയിനിലാണ് യാത്ര ചെയ്തത്. 21 വർഷ കാലയളവിൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നു. ഇനി ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യകാല സമരങ്ങൾ ഏതൊക്കെ എന്നാണ് നോക്കുന്നത്. ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വന്നതിനു ശേഷം ഇന്ത്യയിൽ അദ്ദേഹം ആദ്യമായിട്ട് സമരം പങ്കെടുത്തത് ചമ്പാരനിലെ നീലം കർഷകരുടെ സമരത്തിലാണ്. 1917 ബീഹാറിലാണ് ചമ്പാരൻ എന്ന് പറയുന്ന സ്ഥലം. ഓർത്തിരിക്കുക, ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ടേബിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുവരെയും പഠിച്ചിട്ടില്ലാത്തവർ നന്നായിട്ട് തന്നെ പഠിക്കുക, തിരിഞ്ഞു പോകരുത്. എക്സാമിന് ഏറ്റവും അധികം ചോദ്യങ്ങൾ വന്നിട്ടുള്ളൊരു ടേബിളാണ് കേട്ടോ. ഇനിയും റിപ്പീറ്റ് ചെയ്തതെന്ന് ചോദിക്കാം, കാരണം ഗാന്ധിജിയുമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. അപ്പോൾ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് ഇന്ത്യയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചമ്പാരൻ നീലം കർഷകരുടെ സമരമാണ്. ബീഹാറിലാണ് ചമ്പാരൻ എന്ന് പറയുന്നത്. 1917 ഒന്നും മറന്നു പോകരുത്. ഗാന്ധിജിയുടെ രണ്ടാമത്തെ സത്യാഗ്രഹമാണ് ഇത്, അഹമ്മദാബാദിലെ തുണിമില്ല് സമരം എന്ന് പറയുന്നത്. ഗുജറാത്തിലാണ് അഹമ്മദാബാദ് എന്ന് പറയുന്നത്. അതുപോലെ 1918 നടന്നത്. 18 2 സത്യാഗ്രഹങ്ങളിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. അഹമ്മദാബാദ് തുണിമില്ല് സമരവും അതുപോലെ തന്നെ ഖേദാസ് കർഷക സമരവും. അപ്പോൾ രണ്ടും ഓർത്തിരിക്കുക. തൊഴിലാളി സമരം ഏതായിരുന്നു പങ്കെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഹമ്മദാബാദ് തുണിമില്ല് സമരമാണ്, മറന്നു പോകരുത്. ഇനി കർഷക സമരം 1918 കർഷക സമരം ഏതെന്ന് ചോദിച്ചാൽ ഖേദാസ് സത്യാഗ്രഹമാണ്. പ്ലേഗ് ബോണസിനെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1917 അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗം അവിടുത്തെ ജനസംഖ്യയുടെ ഏതാണ്ട് 10% പേരെ കൊന്നൊടുക്കി. ഈ കാലയളവിൽ തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളത്തിന്റെ 80% വരെ ബോണസായി നൽകിയിരുന്നു. ഇത് തന്നിരിക്കുന്നതൊക്കെ കറക്റ്റായിട്ട് തന്നെ ഓർത്തിരിക്കുക കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് തെറ്റിപ്പോകരുത്. രോഗഭീതി മൂലം തൊഴിലാളികൾ തൊഴിൽ ഉപേക്ഷിച്ച് പോകാതിരിക്കാനായി ഏർപ്പെടുത്തിയ ഈ സംവിധാനം 1-ാം ലോകയുദ്ധം കൊണ്ടുണ്ടായ വിലക്കയറ്റത്തെ പ്രതിരോധിക്കാൻ തൊഴിലാളികൾക്ക് സഹായകമായി. രോഗഭീതി ഒഴിഞ്ഞതോടെ ഈ ആനുകൂല്യം നിർത്തലാക്കിയതാണ് തൊഴിലാളികളെ സമരത്തിലേക്ക് പ്രേരിപ്പിച്ചത്. തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസ് കൊടുക്കാതിരുന്നതുമായി ബന്ധപ്പെട്ടാണ് അഹമ്മദാബാദ് തുണിമില്ല് സമരം ഉണ്ടാകുന്നത്. ഓർത്തിരിക്കുക, 1918 സമരം ഉണ്ടായത്. പ്ലേഗ് ഫലനതാണ് 1917 എന്ന് പറയുന്നത് കേട്ടോ. ഓർത്തിരിക്കുക കേട്ടോ. ഈ ഗാന്ധിജിയും ചിത്രത്തിൽ എന്നാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിഭജനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചിത്രങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഗാന്ധിജിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള 2 ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഗാന്ധി എന്ന് പറയുന്നതും 2 മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന് പറയുന്നതും കേട്ടോ. ഗാന്ധി എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? റിച്ചാർഡ് ആറ്റൻബറോയാണ്. 8 ഓസ്കാർ അവാർഡുകൾ നേടിയ ചിത്രമാണ് ഇത് ഗാന്ധി എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചിരിക്കുക. റിച്ചാർഡ് ആറ്റൻബറോയുടെ ചിത്രമാണ് ഇത് ഗാന്ധി എന്ന് പറയുന്നത്. ഈ ചിത്രത്തിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പശ്ചാത്തലത്തിൽ എന്താണ് ഗാന്ധിയൻ കാലഘട്ടത്തെയാണ് ഇത് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്താണ്? ഗാന്ധിയൻ കാലഘട്ടത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിത ഭാഗങ്ങളാണ് മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന് പറയുന്ന ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ സംവിധായകനാണ് ആര്? ശ്യാം ബെനഗൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ശ്യാം ബെനഗലിൻ്റെതാണ് ഇത് മേക്കിംഗ് ഓഫ് മഹാത്മ. ഗാന്ധി എന്ന് പറയുന്നത് റിച്ചാർഡ് ആറ്റൻബറോയുടെ സിനിമയാണ്. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകാതെ ഓർത്തിരിക്കുക. ഇനി നമ്മൾ നോക്കുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പറ്റിയിട്ടാണ്. റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയവരാണ് സെയ്ഫുദ്ദീൻ കിച്ലുവും അതുപോലെ സത്യപാൽ എന്നിവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കുന്നതിനായി 1919 ഏപ്രിൽ 13 ജനങ്ങൾ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടി.
അപ്പോൾ ഈ ഒരു സെന്റൻസ് മുഴുവൻ നമുക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ എന്തിനെതിരെയാണ് ജാലിയൻവാല ബാഗിലെ ആളുകൾ ഒത്തുകൂടിയത്? റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒത്തുകൂടുന്നത്. ആരൊക്കെയാണ് അതിന്റെ മെയിൻ നേതാക്കൾ എന്ന് പറയുന്നത്? പഞ്ചാബിലെ സെയ്ഫുദ്ദീൻ കിച്ലുവും അതുപോലെ സത്യപാലുമാണ്. ഇനി എന്നാണ് റൗലറ്റിലെ ആളുകൾ പ്രതിഷേധിച്ച് ഒത്തുകൂടിയത്? 1919 ഏപ്രിൽ 13, അല്ലെങ്കിൽ ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല നടന്ന ദിവസം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ 1919 ഏപ്രിൽ 13 എവിടെയാണ് നടക്കുന്നത്? പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻവാല ബാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്, ആ ഒരു മൈതാനത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. ഈ ഒരു സെന്റൻസിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അമൃത്സർ പട്ടണത്തിന്റെ നിയന്ത്രണം ഈ സമയം പട്ടാളം ഏറ്റെടുത്തിരുന്നു. പട്ടാള മേധാവിയായ ജനറൽ ഡയർ തന്റെ ഉത്തരവ് ലംഘിച്ചു എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ 3 വശവും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട മൈതാനത്തിന്റെ പ്രവേശന കവാടത്തിൽ പട്ടാളക്കാരെ നിർത്തി നിരായുധരായ ജനങ്ങൾക്ക് നേരെ വെടിവെക്കുവാൻ ഉത്തരവിട്ടു. അപ്പം എന്താണ്, ജനങ്ങൾക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ടത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനറൽ ഡയർ ആണ്. 379 പേരാണ് ഔദ്യോഗികമായ കണക്കിൽ മരിച്ചു എന്ന് പറയപ്പെടുന്നത്. എന്നാൽ ഇതിലും ഏറെ പേര് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ മരണപ്പെട്ടിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ നമ്മളൊക്കെ വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഒറ്റ സെന്റൻസിൽ തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കുക. റൗലറ്റ് നിയമത്തിനെതിരെയാണ് സെയ്ഫുദ്ദീൻ കിച്ലു അതുപോലെ സത്യപാൽ എന്നിവരാണ് നേതാക്കൾ. 1919 ഏപ്രിൽ 13 സംഭവം നടക്കുന്നത്. അമൃത്സറിലെ ജാലിയൻവാല ബാഗ് മൈതാനത്താണ്, അത് ഓർക്കുക. അതുപോലെ ജനറൽ ഡയർ ആണ് ഉത്തരവെടുക്കുന്നത്. നിസ്സഹരണ സമരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത് എന്താണ്? വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക, നിസ്സഹരണവുമായി ബന്ധപ്പെട്ട് ചെയ്തതാണ്. അതുപോലെ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക, നികുതി നൽകാതിരിക്കുക, വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് നിസ്സഹരണ സമരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ജനങ്ങളിൽ നടത്തിയത്. കോടതി ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരിച്ചു നൽകുക, നികുതി കൊടുക്കാതിരിക്കുക, വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക. അപ്പൊ കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഓർത്തിരിക്കുക കേട്ടോ. ഖിലാഫത്ത് പ്രസ്ഥാനം. 1-ാം ലോക യുദ്ധത്തിനു ശേഷം തുർക്കിയിലെ ഭരണാധികാരിയും ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായിരുന്ന ഖിലാഫയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തുന്നതിനുള്ള ബ്രിട്ടന്റെ ശ്രമങ്ങൾക്കെതിരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നതാണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ഖിലാഫയുടെ അധികാരങ്ങൾ ബ്രിട്ടീഷുകാർ വെട്ടിച്ചുരുക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഉയർന്നു വരുന്നത്. ഇത് 1-ാം ലോക യുദ്ധത്തിനു ശേഷം സംഭവിച്ചൊരു കാര്യമാണ്. കറക്റ്റായിട്ട് തന്നെ ഓർത്തിരിക്കുക. ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളാണ് എന്തുമായി ബന്ധപ്പെട്ട്? സിവിൽ ഡിസൊബീഡിയൻസുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി പറഞ്ഞ കാര്യങ്ങളാണ്, ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ടതാണ്. എന്തൊക്കെ? ഉപ്പ് നികുതി എടുത്തു കളയുക, കർഷകർക്ക് 50% നികുതി ഇളവ് നൽകുക, വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ഉപ്പ് നികുതി എടുത്തു കളയണം, അതുപോലെ തന്നെ കർഷകർക്ക് എന്ത് വേണം? 50% നികുതി ഇളവ് നൽകണം. ഇത് കറക്റ്റായിട്ട് തന്നെ പെർസെൻറ്റേജുകൾ ഓർത്തിരിക്കുക കേട്ടോ. വിദേശ വസ്ത്രങ്ങളെ ഉള്ള ഇറക്കുമതിക്ക്, വിദേശ വസ്ത്രങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ അതിന്റെ നികുതി എന്ത് ചെയ്യുക? കൂട്ടുക. അതുപോലെ രാഷ്ട്രീയ തടവുകാരെ എന്ത് ചെയ്യുക? വിട്ടയക്കുക. പിന്നെ എന്താണ്? സൈനിക ചിലവും അതുപോലെ തന്നെ എന്താണ്? ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക. അപ്പൊ നമ്മൾ കൂടുതലും പൈസ പോകുന്നത് ബ്രിട്ടീഷുകാർക്ക് ശമ്പളം കൊടുത്തിട്ടും അവരെ ഇവിടെ നോക്കുന്നതിനുമാണ് കൂടുതലായിട്ടും പൈസ പോകുന്നത്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക? വെട്ടിക്കുറയ്ക്കുക. ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക. അതുപോലെ തദ്ദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക. എല്ലാം എന്താണ്? ബ്രിട്ടീഷുകാരുടെ കപ്പലുകളാണ് കൂടുതലായിട്ടും നമ്മൾ ഇന്ത്യയിൽ ചരക്കുകൾ കൊണ്ടുപോകാനോ എല്ലാത്തിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന് പകരം എന്ത് ചെയ്യുക? ഇന്ത്യയിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവിടെ ഗാന്ധിജി പറയുന്നത്. ഇനി സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പിലാക്കുക. നിയമലംഘനവുമായി ബന്ധപ്പെട്ടാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പാക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് തന്നെ ഓർത്തിരിക്കണം. നമുക്ക് സ്റ്റേറ്റ്മെന്റുകളായിട്ട് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. 10th പ്രിലിംസിന് അധികം സ്റ്റേറ്റ്മെന്റ്സ് ചോദിക്കാറില്ല, എന്നാൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഇല്ല എന്ന് പറയാനും പറ്റത്തില്ല. അപ്പൊ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റുകൾ ചോദിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ഓരോരോ പോയിന്റുകൾ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എളുപ്പത്തിനൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലകളും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ.
ഇനി വട്ടമേശ സമ്മേളനങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് ലണ്ടനിലെ ജെയിംസ് പാലസിൽ 1930, 31, 32 എന്നീ വർഷങ്ങളിൽ 3 വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തു. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തത്? ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എവിടെയാണ് നടത്തിയത്? ലണ്ടനിലെ ജെയിംസ് പാലസിൽ വെച്ചാണ് നടത്തിയത്. ഇന്ത്യയിൽ വെച്ചിട്ടല്ല, ലണ്ടനിൽ വെച്ചിട്ടാണ് നടത്തിയതെന്ന് ഓർത്തിരിക്കുക. ഇവിടുത്തെ ഭരണപരിഷ്കാരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വട്ടമേശ സമ്മേളനങ്ങൾ കൂടിയിട്ടുള്ളത്. അതുപോലെ എന്നൊക്കെയാണ് കൂടിയത്? 30, 31, 32 എന്നീ വർഷങ്ങളിലാണ് വട്ടമേശ സമ്മേളനങ്ങൾ കൂടിയിട്ടുള്ളത്. 3 കൂടിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചതാണ് ഗാന്ധിജി എന്ന് പറഞ്ഞത്. അപ്പൊ ഗാന്ധിജിയാണ് INCയെ പ്രതിനിധീകരിച്ച് 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് ഓർത്തിരിക്കുക. ലണ്ടനിലെ ജെയിംസ് പാലസിലാണ് എന്ത് ചെയ്തത്? വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തതെന്ന് ഓർത്തിരിക്കുക. കോട്ടുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പൊതുജന വികാരം അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിന്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ല. മഹാത്മയുടെ പ്രധാന കൂട്ടാളിയായ ദേശബന്ധു CR ദാസ്, മോത്തിലാൽ നെഹ്റു, ലാലാ ലജ്പത് റായ്, പിന്നെ ഞാനും ജയിലിൽ വെച്ച് പൊതുജനങ്ങളുടെ പ്രതിഷേധത്തോടൊപ്പം ചേർന്നു. മഹാത്മാഗാന്ധിയുടെ ഈ പിന്മാറ്റത്തിൽ ദുഃഖിതനും രോക്ഷാകുലനുമായ ദേശബന്ധുവിനെ ആയിരുന്നു ഞാൻ ജയിലിൽ വെച്ച് കണ്ടത്. സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമുക്ക് പലവട്ടം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കണ്ടത്. പൊതുജന വികാരം അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിന്റെ കാഹളം എന്ന് പറയുന്നത് എന്താണ്? ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകളാണ്. ഇത് എന്തുമായി ബന്ധപ്പെട്ട വാക്കാണ്? നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെ തുടർന്നുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞതാണ് കേട്ടോ. അപ്പം 1922 ചൗരി ചൗര ഇൻസിഡന്റിനെ തുടർന്ന് നിസ്സഹരണ സമരം പിൻവലിക്കുകയും അതിൽ രോക്ഷാകുലരായിട്ടുള്ള നേതാക്കള് പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞ കാര്യമാണ്. ഇതൊരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓർത്തിരിക്കുക. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് INC എന്നൊക്കെ വിട്ടുമാറിയിട്ട് CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടെ ചേർന്ന് നമ്മുടെ സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത്. 1923 രൂപീകരിക്കുന്നതൊക്കെ ഇതിനോടനുബന്ധിച്ചാണെന്നൊക്കെ ഓർത്തിരിക്കുക. അപ്പൊ സ്വരാജ് പാർട്ടിയൊക്കെ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇനി എന്താണ്? ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും അതിന് ആവിഷ്കാരം നൽകണം. പ്രവർത്തിക്കൂ അല്ലെങ്കിൽ മരിക്കുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. നാം നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കുകയില്ല. ഇത് പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ പ്രശസ്തമായ ഒരു വാക്കാണ് ഇത്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനം ചെയ്ത മുദ്രാവാക്യമാണ് ഇത്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ നമ്മൾ മരിക്കും എന്ന് വളരെയധികം ശക്തമായ ഒരു കോട്ടായിരുന്നു ആ സമയത്ത് ഗാന്ധിജി ഉന്നയിച്ചത്. അപ്പൊ ഈ 2 കോട്ടുകൾ ഇവിടെ നിന്ന് ഓർത്തിരിക്കുക. 2 പരീക്ഷയ്ക്ക് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ഒന്നെന്ന് പറയുന്നത് നിസ്സഹരണ സമരവുമായി ബന്ധപ്പെട്ട് അത് പിൻവലിച്ചതിനെ തുടർന്ന് സുഭാഷ് ചന്ദ്രബോസ് നടത്തിയിരുന്ന കോട്ടാണ്. രണ്ടാമത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി പറഞ്ഞ കോട്ടാണ് കേട്ടോ. ഇനി കുറച്ച് പ്രസ്ഥാനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അഭിനവ് ഭാരത് സൊസൈറ്റി ആരുടെതാണ്? VD സവർക്കർ രൂപീകരിച്ചതാണ് അഭിനവ് ഭാരത് സൊസൈറ്റി എന്ന് പറയുന്നത്. 1904 അഭിനവ് ഭാരത് സൊസൈറ്റി രൂപീകരിക്കുന്നത് കേട്ടോ. അതുപോലെ അനുശീലൻ സമിതി ബരീന്ദ്ര കുമാർ ഘോഷും പുലിൻ ബിഹാരി ദാസും കൂടെ ചേർന്ന് രൂപീകരിച്ചതാണ് ഇത്, അനുശീലൻ സമിതി എന്ന് പറയുന്നത്. 1902 അനുശീലൻ സമിതി നിലവിൽ വരുന്നത്. വർഷം കൂടി ഓർത്തിരിക്കുക. ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാലിന്റേതാണ് ഗദ്ദാർ പാർട്ടി എന്ന് പറയുന്നത്. 1913 ഗദ്ദാർ പാർട്ടി രൂപീകരിക്കുന്നത്. ഇനി എന്താണ്? ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചതാരാണ്? സൂര്യ സെൻ ആണ്. 1930 എന്ത് ചെയ്യുന്നത്? സൂര്യ സെൻ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിക്കുന്നത്. അപ്പൊ വർഷം കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ഗദ്ദാർ പാർട്ടിയൊക്കെ പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. അനുശീലൻ സമിതി പുലിൻ ബിഹാരി ദാസ്, ബരീന്ദ്രകുമാർ ഘോഷ് ഓർത്തു വെച്ചിരിക്കുക. 1902 രൂപീകരിക്കുന്നത്. അഭിനവ് ഭാരത് സൊസൈറ്റി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. VD സവർക്കർ 1904. ഇനി വാഞ്ചി അയ്യർ ആരാണ്? വാഞ്ചി അയ്യർ നമുക്ക് നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് വാഞ്ചി അയ്യർ. അപ്പൊ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാഞ്ചി അയ്യർ ആണ്. എന്നാൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? മംഗൾ പാണ്ഡെ ആണ്. തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഇത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് ആര്? വാഞ്ചി അയ്യർ എന്ന് പറയുന്നത്. ജനകീയ പ്രക്ഷോഭങ്ങൾ നിഷ്ഠൂരമായി അടിച്ചമർത്തിയിരുന്ന തിരുനെൽവേലി ജില്ലാ കളക്ടർ ആയിരുന്ന റോബർട്ട് വില്യം ഡെസ്കോട്ട് ആഷയെ, പേര് കറക്റ്റായിട്ട് തന്നെ ഓർത്ത് വെച്ചിരിക്കുക. റോബർട്ട് വില്യം ഡെസ്കോട്ട് ആഷയാണ്. തിരുനെൽവേലി ജില്ലാ കളക്ടർ ആയിരുന്നു ആഷെ എന്ന് പറയുന്നത്. 1911 ജൂലൈ 17 തമിഴ്നാട്ടിലെ മനിയാച്ചിയില്
റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വെടിവെച്ച് കൊന്നു. ആര്? നമ്മുടെ വാഞ്ചി അയ്യർ എന്ന് പറയുന്നത്. അപ്പൊ ഡെസ്കോട്ട ആഷയെ വെടിവെച്ച് കൊന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഞ്ചി അയ്യറാണ്. 1911 ജൂലൈ 17 സംഭവം നടക്കുന്നത്. അന്നാണ് അദ്ദേഹവും എന്ത് ചെയ്യുന്നത്, വീരമൃത്യു വരിക്കുന്നത്. ഡേറ്റ് ഓർത്തു വെച്ചിരിക്കുക കേട്ടോ. 1911 ജൂലൈ 17 എവിടെ വെച്ചിട്ടാണ്? തമിഴ്നാട്ടിലെ മനിയാച്ചി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് വെടിവെച്ച് കൊല്ലുന്നത്. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ എന്ത് ചെയ്തു, അദ്ദേഹവും ആത്മഹൂതി ചെയ്തു. അപ്പൊ വാഞ്ചി അയ്യരുടെ പ്രവൃത്തിയെ പറ്റി മാഡം കാമ തന്റെ വന്ദേമാതരം പ്രസിദ്ധീകരണത്തിൽ ഇങ്ങനെ എഴുതി: വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഠനിദ്രയിൽ നിന്നും ഉണർത്തി. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഠനിദ്രയിൽ നിന്നും ഉണർത്തി എന്ന് പറഞ്ഞത് ആരാണ്? മാഡം കാമയാണ് പറഞ്ഞത്. അതുപോലെ എന്തിലാണ് പറഞ്ഞത്? അവരുടെ പ്രസിദ്ധീകരണമായിട്ടുള്ള വന്ദേ മാതരത്തിലാണ് പറയുന്നത്. അപ്പൊ വന്ദേ മാതരം എന്ന് പറയുന്ന പ്രസിദ്ധീകരണം ആരുടേതാണ്? മാഡം കാമയുടെയാണ്. ഇന്ത്യയിൽ നിലനിന്ന ഫ്യൂഡൽ വ്യവസ്ഥയെ ജനങ്ങളും കർഷകരും തൊഴിലാളികളും ഒക്കെ എതിർക്കുകയുണ്ടായി. അങ്ങനെ നടന്ന സമരങ്ങളാണ് ഈ തന്നിരിക്കുന്നത്. തേഭാഗ സമരം, തെലങ്കാന സമരം, നാവിക കലാപം. സ്ഥലങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. തേഭാഗ സമരം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ് തേഭാഗ സമരം നടന്നത്. ഇനി തെലങ്കാന സമരം നടന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ. അതുപോലെ നാവിക കലാപം നടന്നത് ബോംബെയിലാണ്. അപ്പൊ തിരിഞ്ഞു പോകരുത്, കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക. തേഭാഗ ബംഗാള്, തെലങ്കാന ആന്ധ്രാപ്രദേശ്, നാവിക കലാപം ബോംബെ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർത്ത വ്യക്തിയാണ് ആര്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിലായിരുന്നു നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് വിഭജനത്തോട് വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി നിലകൊണ്ട വ്യക്തിയായിരുന്നു ആര്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു. ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി നിലകൊണ്ട വ്യക്തിയാണ്. അതുപോലെ തന്നെ എന്താണ്, വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ സ്വാതന്ത്ര്യ സമരങ്ങൾ നടത്തിയ വ്യക്തിയാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്ന് പറയുന്നത്. അതുപോലെ ഇദ്ദേഹത്തെ എന്ത് ചെയ്തു? ഭാരതരത്നം നൽകി രാഷ്ട്രം ആദരിക്കുകയുണ്ടായി. അപ്പൊ എന്നാണ് ഇദ്ദേഹത്തിന് ഭാരതരത്നം കിട്ടുന്നത്? 1987 കിട്ടുന്നത് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കുക. ഭാരതരത്നം 1987 കിട്ടുന്നത്. ഇന്ത്യയുടെ ആസൂത്രണത്തിന്റെ നാൾവഴികളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് എന്നാണ്? 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1938 എന്ത് വരുന്നത്? ദേശീയ ആസൂത്രണ സമിതി വരുന്നത്, അഥവാ കൗൺസിൽ. ദേശീയ ആസൂത്രണ സമിതി വരുന്നത് 1938. ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇനി 1944 എന്താണ് വന്നത്? ബോംബെ പ്ലാൻ. നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന 8 വ്യവസായികൾ ചേർന്നുകൊണ്ട് ബോംബെ പ്ലാൻ എന്ന് പറയുന്ന ഒരു പദ്ധതി രൂപകൽപ്പന ചെയ്തത് 1944. ഈ വ്യവസായികളിൽ ഉൾപ്പെട്ട മലയാളി വ്യവസായി ആയിരുന്നു ആര്? ജോൺ മത്തായി എന്ന് പറയുന്നത്. അതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. 1948 എന്ത് വരുന്നത്? ഇന്ത്യയുടെ ആദ്യത്തെ വ്യവസായ നയം വരുന്നത് കേട്ടോ. അപ്പൊ 1948 വ്യവസായ നയം നോക്കുക, ഇന്ത്യയുടെ ആദ്യത്തെ. അതിലാണ് നമ്മളൊരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് എന്നൊക്കെ പ്രഖ്യാപിക്കുന്നതൊക്കെ ആദ്യത്തെ വ്യവസായ നയത്തിലാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അത് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ്. ഭക്രാനങ്ങളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. നമ്മുടെ പുതിയ ടെക്സ്റ്റിൽ നിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് കേട്ടോ. ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. 321 വിഭാഗങ്ങളും 10 പട്ടികകളുമാണ് ഉള്ളത്. അപ്പൊ എത്രയാണ്? 321 സെക്ഷൻസ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസും അതുപോലെ തന്നെ 10 പട്ടികകളുമാണ് ഉള്ളത്. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ കൊണ്ടുവന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ബന്ധപ്പെട്ടാണ്. ഇനി കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. അപ്പൊ കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ കൊണ്ടുവന്നു. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ കൊണ്ടുവന്നത് 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വഴിയിട്ടാണ്. 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ. 6 പ്രവിശ്യകളിലും എന്ത് ചെയ്തു? ദ്വിമണ്ഡല സഭകൾ കൊണ്ടുവന്നു. അപ്പൊ ഇതൊരു ടേബിൾ ആയിട്ട് ഇവിടെ തന്നെ കൊടുത്തിരിക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ കൊടുത്തിരിക്കുകയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ
ആദ്യ സമ്മേളനം നടന്നത് എന്നാണ് 1946 ഡിസംബർ 9. ഇമ്പോർട്ടന്റ് ആണ്, വീണ്ടും നമുക്ക് ചോദിക്കാം, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പൊ ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. താൽക്കാലിക അധ്യക്ഷനായിരുന്നു ആര്യ സച്ചിദാനന്ദ സിൻഹ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് എന്നാണ് ഡിസംബർ 11 തിരഞ്ഞെടുക്കുന്നത് കേട്ടോ. ഇനി ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത്, ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് ഒപ്പുവെച്ചത് എന്നാണ് 1949 നവംബർ 26. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, വീണ്ടും തന്നെ ചോദിക്കുകയും ചെയ്യും. നിലവിൽ വന്നത് എന്താണ്? 1950 ജനുവരി 26. ഇന്ത്യൻ റിപ്പബ്ലിക് ആയതും 1950 ജനുവരി 26 തന്നെയാണ്. ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. നിർമ്മാണ കാലയളവ് എത്രയാണ്? 2 വർഷം 11 മാസം 17 ദിവസം. 17 ദിവസം തന്നെ പഠിക്കുക, കാരണം SCRTയിലും അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക. കുറച്ച് നിയമങ്ങൾ ഇങ്ങനെ തന്നെ SCRTയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ വർഷങ്ങൾ എന്നാണ് വന്നതെന്നുള്ളൊരു വർഷം എന്ത് ചെയ്യുക, ഓർത്തു വെച്ചിരിക്കുക. പലതും ചോദിച്ചിട്ടുള്ളതാണ്. വന്യജീവി സംരക്ഷണ നിയമം 1972 അതുപോലെ തന്നെ വനസംരക്ഷണ നിയമം എന്ന് പറയുന്നത് 1980. അത് രണ്ടും ഓർത്തിരിക്കുക. വന്യജീവി സംരക്ഷണ നിയമം 1972, വനസംരക്ഷണ നിയമം 1980. ഈ ഒരു ഹിസ്റ്ററി പോർഷനിൽ ചോദിച്ചില്ല എങ്കിൽ നമുക്കത് സയൻസ് പോർഷനിലൊക്കെ അല്ലെങ്കിൽ ജോഗ്രഫി പോർഷനിലൊക്കെ ചോദിക്കാവുന്ന ഒരു ഡേറ്റ് ആണ് ഈ 72ഉം 80ഉം എന്നൊക്കെ പറയുന്നത്. അടുത്തത് കൊടുത്തിരിക്കുന്നത് ദുരന്ത നിവാരണ നിയമം എന്നാണ്. 2005 ദുരന്ത നിവാരണ നിയമം കൊണ്ടുവന്നത്. വിവരാവകാശ നിയമവും എന്ന് തന്നെയാണ്, 2005 തന്നെയാണ് വിവരാവകാശ നിയമം. തൊഴിൽ നിയമം, ഇന്ത്യയിലെ തൊഴിൽ നിയമം പലതുണ്ട്, പല നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. മിനിമം വേജസ് ആക്ട് ആണ് 1948 കൊണ്ടുവന്നത്. ഇനി വിദ്യാഭ്യാസ അവകാശ നിയമം എന്നാണ്. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം എന്ന് പറയുന്നത്. അതുപോലെ പരിസ്ഥിതി സംരക്ഷണ നിയമം എന്നാണ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമം. 1986. അഴിമതി നിരോധന നിയമം എന്നാണ്. 1988 അഴിമതി നിരോധന നിയമം എന്ന് പറയുന്നത് കേട്ടോ. ബാലനീതി നിയമം ഇമ്പോർട്ടന്റ് ആണ്. ഇനി അങ്ങോട്ട് വരുന്നതിനകത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വർഷം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. 2015 ബാലനീതി നിയമം. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്നൊക്കെ പറയുന്നത് 2015. ഭൂപരിഷ്കരണ നിയമം എന്നാണ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. 1969. 1969 ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നത്. ഭക്ഷ്യസുരക്ഷാ നിയമം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2013 ഭക്ഷ്യസുരക്ഷാ നിയമം എന്ന് പറയുന്നത്. ഈ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് PSC പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ബാലവേല നിരോധന നിയമം 1986 തന്നെയാണ്. അപ്പൊ 86 നമ്മൾ രണ്ടെണ്ണമാണ് പറഞ്ഞത്. ബാലവേല നിരോധന നിയമവും അതുപോലെ പരിസ്ഥിതി സംരക്ഷണ നിയമവും 86 ഓർത്തിരിക്കുക. 88 അഴിമതി നിരോധന നിയമം എന്ന് പറയുന്നത്. ദേശീയ സുരക്ഷാ നിയമം എന്ന് പറയുന്നത് 1980. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു വർഷങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതാൻ ബാധ്യസ്ഥരാണ്, നമ്മൾ അറിഞ്ഞിരിക്കുക. ഏറ്റവും ബേസിക് ആയിട്ടുള്ള വർഷങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ വനസംരക്ഷണ നിയമം വന്നത് 1980. വന്യജീവി സംരക്ഷണ നിയമം 1972. ദുരന്ത നിവാരണ നിയമം 2005. വിവരാവകാശ നിയമം 2005. ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാക്റ്റുമാണ്. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പഠിച്ചു വെച്ചിരിക്കാം. തൊഴിൽ നിയമങ്ങൾ പലതുണ്ട്. മിനിമം വേജസ് ആക്ട് ആണ് 1948 വന്നത് കേട്ടോ, അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ വിദ്യാഭ്യാസ അവകാശ നിയമം 2009. ഇതിനി അങ്ങോട്ട് വരുന്നുണ്ട്. പരിസ്ഥിതി സംരക്ഷണ നിയമം 1986. അഴിമതി നിരോധന നിയമം 1988. ബാലനീതി ഇമ്പോർട്ടന്റ് ആണ്, 2015. ഭൂപരിഷ്കരണം 1969 ഇമ്പോർട്ടന്റ് ആണ്, പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ളതാണ്. ഭക്ഷ്യസുരക്ഷാ നിയമം 2013. ബാലവേല നിരോധന നിയമം 1986 കേട്ടോ, 86. അപ്പൊ ദേശീയ സുരക്ഷാ നിയമം എന്ന് പറയുന്നത് 1980 ദേശീയ സുരക്ഷാ നിയമം എന്നൊക്കെ പറയുന്നത്. ഇന്ദിരാഗാന്ധിയുടെ സമയത്തൊക്കെയാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇത്രയും വർഷങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ ബേസിക് സ്ട്രക്ചറിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ല എന്ന് പറഞ്ഞ കേസ് ഏതാണ്? കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സർക്കാർ എന്ന് പറയുന്ന കേസിലാണ് പറയുന്നത് കേട്ടോ. ഭരണഘടന 1973 ഓർത്തിരിക്കുക. കാസർഗോഡത്തുള്ള ഇടനീർമഠം അധിപയായിരുന്നു ആര്? കേശവാനന്ദ ഭാരതി എന്ന് പറയുന്നത്. അപ്പം ആ ഒരു കേസിലാണ് എന്ത് ചെയ്യുന്നത്? സുപ്രീം കോടതി പറയുന്നത് എന്താണ്? ഒരു മാറ്റവും ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിക്കുകയുണ്ടായി. വിദ്യാഭ്യാസം മൗലികാവകാശം നമുക്ക് നോക്കാം. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കപ്പെട്ടത് 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അപ്പൊ ഏത് ഭേദഗതി പ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2002 86 ഭരണഘടനാ ഭേദഗതി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഈ വ്യവസ്ഥയിൽ ഭരണഘടനയിൽ 21A വകുപ്പ് ചേർക്കപ്പെട്ടു. അപ്പൊ 86 ഭേദഗതി മൂലം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 21A ആണ്.
ഈ ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. ഇവിടെ നിലവിൽ വന്ന നിയമം എന്നാണ് തന്നിരിക്കുന്നത് ഓഗസ്റ്റ് 4, 2009. ആക്ച്വലി ഓഗസ്റ്റ് 4, 2009 പാർലമെന്റ് ഇത് എനാക്ട് ചെയ്ത ദിവസമായിരുന്നു. ഇത് നിലവിൽ വരുന്നത് 2010 ഏപ്രിൽ 1 കേട്ടോ. അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് പ്രസ്തുത നിയമം എന്ന് പറയുന്നത്. ഇത് ഓർത്തിരിക്കുക. 6 മുതൽ 14 വയസ്സ് വരെ ഉള്ളവർക്ക് സൗജന്യ വിദ്യാഭ്യാസം എന്നതാണ്, നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം എന്നതാണ് ഈ നിയമത്തിൽ പറയുന്നത്. ചെറുഭരണഘടന എന്നറിയപ്പെടുന്നത് ഏതാണ്? 42ാം ഭരണഘടന ഭേദഗതിയെയാണ് നമ്മൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ചെറുഭരണഘടന എന്ന് പറയുന്നത്. 1976 ഭേദഗതി വരുത്തിയത്. മതേതരത്വം, സോഷ്യലിസം, അതുപോലെ അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തു. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. 42ാം ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയ വാക്കുകൾ ഏതൊക്കെയാണ്? മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത, ഈ 3 വാക്കുകളാണ് ഉൾപ്പെടുത്തിയത്. അതുപോലെ തന്നെ പല ഭാഗങ്ങളും നമ്മളിനകത്ത് ഉൾപ്പെടുത്തിയത്. നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഒക്കെ വരുന്നത് 42ാം ഭേദഗതിയുടെ ഭാഗമായിട്ടാണ്. അതൊക്കെ കൊണ്ടിട്ടാണ് ഇതിനെ നമ്മൾ എന്ന് വിളിക്കുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്ന് 42ാം ഭേദഗതിയെ വിളിക്കുന്നത്. തിരിഞ്ഞേ പോകരുത്, 42ാം ഭേദഗതിയെയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഊരൂട്ടമ്പലത്തെ സർക്കാർ UP വിദ്യാലയം ഇനി അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം. ഇതൊന്ന് നോക്കി വെച്ചേക്കുക കേട്ടോ. 2-3 ഈ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പുതിയ SCRT മാറ്റങ്ങൾ വരുത്തിയപ്പോൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണ്? തിരുവനന്തപുരത്താണ് ഊരൂട്ടമ്പലം എന്ന് പറയുന്നത്. ഊരൂട്ടമ്പലം സർക്കാർ UP സ്കൂൾ ഇനി മുതൽ എന്താണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെന്റ് UP സ്കൂൾ എന്നറിയപ്പെടുന്നു. കുടിപ്പള്ളിക്കൂടമായിരുന്ന ഉരുട്ടമ്പലം ഗവൺമെന്റ് UPSലായിരുന്നു ചരിത്രം മാറ്റിമറിച്ച സമരത്തിലേക്ക് അയ്യങ്കാളി തുടക്കം കുറിച്ചത്. പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കാത്തതിനാൽ പ്രതിഷേധിച്ച് പഞ്ചമിയുടെ കൈ പിടിച്ച് അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറ്റിയിരുത്തുകയും ചെയ്തു. പഞ്ചമി കയറിയതിന്റെ ഭാഗമായി ജന്മിമാർ എന്ത് ചെയ്യുകയാണ് ചെയ്തത്? സ്കൂൾ തീയിട്ട് നശിപ്പിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പൊ പകുതി കത്തിയ ബെഞ്ചുകൾ ഉൾപ്പെടെ അവശേഷിപ്പുകൾ ഇന്നും സ്കൂൾ മ്യൂസിയത്തിൽ കാണാം. അപ്പം അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ സ്മാരകമായിട്ട് ഊരൂട്ടമ്പലം UPS സ്കൂളിനി അയ്യങ്കാളി പഞ്ചക സ്മാരക UPS സ്കൂൾ എന്നാണ് അറിയപ്പെടാൻ പോകുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഊരൂട്ടമ്പലം ലഹള ഇതേ തുടർന്നാണ് നടക്കുന്നത്. 1915 ഊരൂട്ടമ്പലം ലഹള. മോസ്റ്റ് ഇമ്പോർട്ടന്റ്, നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിന്റെ മറ്റൊരു പേരാണ് ഇത് 90ാം ആണ്ട് ലഹള അല്ലെങ്കിൽ പുലയ ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഊരൂട്ടമ്പലം ലഹള തന്നെയാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കുക. ജ്യോതിറാവു ഫുലെ പറ്റിയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് എന്ത്? ദളിത് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പദം ആദ്യമായിട്ട് കൊണ്ടുവന്നതാണ് ആര്? ജ്യോതിറാവു ഫുലെ എന്ന് പറയുന്നത്. സാമൂഹ്യ മാറ്റത്തിന് തുടക്കം കുറിച്ച ജ്യോതിറാവു ഫുലെയാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത് കേട്ടോ. സ്ത്രീ, ദളിതർ എന്നിവർക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫുലെ സ്ഥാപിച്ചു. അപ്പൊ സ്ത്രീകൾക്കും ദളിതർക്കും വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്, ഓർത്തിരിക്കുക. ഇനി സാവിത്രിഭായ് ഫുലെ പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിതമായ പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപിക ആയിരുന്നു ആര്? സാവിത്രിഭായ് ഫുലെ എന്ന് പറയുന്നത്. കർഷകർക്കും തൊഴിലാളികൾക്കുമായി നിശാ പാഠശാല സ്ഥാപിച്ചു. അപ്പൊ കർഷകർക്കും തൊഴിലാളികൾക്കുമായി നിശാ പാഠശാല സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ സാവിത്രിഭായ് ഫുലെയാണ്, ഓർത്തിരിക്കുക. വിദ്യാഭ്യാസ മേഖലയിൽ ഇവരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പൂനെ യൂണിവേഴ്സിറ്റിയെ സാവിത്രിഭായ് ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു. അപ്പം ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തിരിക്കുന്നത്? പൂനെ യൂണിവേഴ്സിറ്റി സാവിത്രിഭായ് ഫുലെയുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തിരിക്കുന്നത്. രണ്ടും ഓർത്തിരിക്കുക. ഇനി കുറച്ച് നവോത്ഥാന നായകരുടെ പിക്ചറാണ് നമ്മൾ SCRTയിൽ കൊടുത്തിരിക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന നവോത്ഥാന നായകരിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നവോത്ഥാന നായകരുടെ ഒരു ക്ലാസ് ഹിസ്റ്ററിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നമുക്കിവിടെ കുറച്ച് ബേസിക് ഫാക്ട്സ് മാത്രം പറഞ്ഞു പോകാം. 1856 ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. ചെമ്പഴന്തിയിലാണ് ജനിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ 1888 മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആലുവയിലെ സർവ്വമത സമ്മേളനം 1924 നടക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ കേട്ടോ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുര്യാക്കോസ് ഏലിയാസ് ചവറ എന്ന് പറയുന്നത് എന്താണ്? ചാവറയച്ചൻ എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. പിടിയേരി സമ്പ്രദായം കൊണ്ടുവന്നത് ചാവറയച്ചനാണ്. അതുപോലെ പള്ളികളോടൊപ്പം പള്ളിക്കൂടം എന്ന് പറഞ്ഞ സമ്പ്രദായമൊക്കെ കൊണ്ടുവന്നത് ചാവറയച്ചനാണ്, ഓർത്തിരിക്കുക. അയ്യ വൈകുണ്ഠ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സമത്വ സമാജത്തിന്റെ സ്ഥാപകനാണ് അയ്യ വൈകുണ്ഠ. ഇദ്ദേഹം സ്ഥാപിച്ച മതമാണ് ഇത് അയ്യ വഴി എന്ന് പറയുന്നത് കേട്ടോ, അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇദ്ദേഹം മുന്തിരി കിണറുകൾ സ്ഥാപിച്ചത് അയ്യ വൈകുണ്ഠ സ്വാമികളാണ്.
പിന്നുള്ളതാണ് എന്ത്, വേല ചെയ്താൽ കൂലി കിട്ടണം എന്നൊക്കെ പറയുന്നത് അയ്യാ വൈകുണ്ഠയുടെ വാക്കുകളാണ്. വെണ്ണീച്ച ഭരണം, ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്നൊക്കെ വിശേഷിപ്പിച്ചതൊക്കെ വൈകുണ്ഠ സ്വാമികളാണ്, ഓർത്തിരിക്കുക കേട്ടോ. ഇനി ചട്ടമ്പി സ്വാമികളെ പറയുകയാണെങ്കിൽ എന്താണ്, വിദ്യാധിരാജ എന്നറിയപ്പെടുന്നതൊക്കെ ചട്ടമ്പി സ്വാമികളാണ്. ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രാചീന മലയാളമൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെയുള്ളത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അതുപോലെ അൽ ഇസ്ലാം, മുസ്ലിം എന്നീ പറയുന്ന മാസികൾ സ്ഥാപിച്ചതും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്, ഓർത്തിരിക്കുക. സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്നു ആര്? നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്ന് പറയുന്നത്. അദ്ദേഹത്തെ നാടുകടത്തിയതിനെ തുടർന്നും പത്രം കണ്ടുകെട്ടിയതിനെ തുടർന്നുമാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രശസ്തമായ കോട്ടാണ് എന്ത്, എന്റെ പത്രാധിപർ ഇല്ലാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന് എന്ന് പറയുന്നത്. അതൊക്കെ ഓർത്തിരിക്കുക. ഇവിടുന്ന് പൊയ്കേൽ യോഹനാൻ എന്ന് പറയുന്നത് പൊയ്കേൽ അപ്പച്ചൻ എന്നൊക്കെ അറിയപ്പെടുന്ന, പൊയ്കേൽ കുമാര ഗുരുദേവൻ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇദ്ദേഹമാണ് PRDS പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. PRDS സ്ഥാപിച്ചത് ആരാന്നുള്ളത് പൊയ്കേൽ യോഹനാനാണ്. അത് അവിടെ നിന്ന് ഓർത്തിരിക്കുക. അതുപോലെ യുദ്ധവിരുദ്ധ, ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് പൊയ്കേൽ യോഹനാനാണ്. അതിന്റെ മുദ്രാവാക്യമായിരുന്നു എന്ത്, സമാധാനം, ലോകത്തിന്റെ സമാധാനം എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ പണ്ഡിറ്റ് കറുപ്പനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ നിന്നുള്ള നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുന്നത്. കവി തിലകൻ, അതുപോലെ തന്നെ കേരള ലിങ്കൺ എന്നൊക്കെ അറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. അരയ വംശത്തിനോ അല്ലെങ്കിൽ ധീവര വംശത്തിനോ വേണ്ടിയിട്ടൊക്കെ പ്രയത്നിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പണ്ഡിറ്റ് കറുപ്പനാണ്. അരയ സമാജം, അരയ വംശോദ്ധാരണീ സഭ, കല്യാണദായിനി സഭ, ബാല സമുദായ പരിഷ്കരണീ സഭ ഇതൊക്കെ സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. മറന്നു പോകരുത്, ഇത്രയും നന്നായിട്ട് തന്നെ ഓർത്തിരിക്കുക. അരയ വംശ പരിപാലന യോഗം സ്ഥാപിച്ചത് വേലുക്കുട്ടി അരയനാണ്. തമ്മിൽ തിരിഞ്ഞു പോകരുത് കേട്ടോ. അരയ വംശ പരിപാലന യോഗം സ്ഥാപിക്കുന്നത് വേലുക്കുട്ടി അരയനാണ്. ബാക്കി പറഞ്ഞതാണ് അരയ സമാജം, അരയ വംശോദ്ധാരണീ സഭ, ബാല സമുദായ പരിഷ്കരണീ സഭ, കല്യാണദായിനി സഭയൊക്കെയാണ് പണ്ഡിറ്റ് KP കറുപ്പനത്. ഇനിയും ഉണ്ട്, ഇതെങ്കിലുമൊക്കെ ഓർത്തിരിക്കുക. ഈ ദാക്ഷായണീയ വേലായുധനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭയിലെ അംഗമായ 3 മലയാളികളിൽ ഒരാളാണ് ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്നത്. പ്രതിദാനം ചെയ്തത് മദ്രാസ് പ്രസിഡൻസിനെയാണ്. നമ്മുടെ മലബാർ മദ്രാസിന്റെ ഭാഗമായിരുന്നു ആ സമയത്ത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് മലബാറിൽ നിന്ന് പോയ മലയാളി വനിതയാണ് ആര്, ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്നത്. അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് എന്ത്, ഇന്ത്യയിലെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തീകരിക്കുക ആദ്യ SC/ST വനിത എന്നറിയപ്പെടുന്നത് ദാക്ഷായണി വേലായുധനാണ്. അത്രയും കാര്യങ്ങൾ അവരെ കുറിച്ചൊന്ന് ഓർത്തിരിക്കുക. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക. കേരള ഹിസ്റ്ററിയിൽ നിന്ന് ഓൾമോസ്റ്റ് 10 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ ഒരു 5 മാർക്കോളം നമുക്ക് നവോത്ഥാനത്തിൽ നിന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പൊ നന്നായിട്ട് തന്നെ ഇതൊക്കെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അടുത്തത് നമുക്ക് നോക്കാം. പെരിയോർ EV രാമസ്വാമി നായ്ക്കർ. സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും ഇന്ത്യയിലെ പ്രധാന ജാതി വിരുദ്ധ സമര നായകരിൽ ഒരാളുമാണ് പെരിയോർ EV രാമസ്വാമി നായ്ക്കർ എന്ന് പറയുന്നത്. അപ്പൊ എന്തിന്റെ സ്ഥാപകനാണ്? സ്വാഭിമാന പ്രസ്ഥാനം. ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. സാമൂഹ്യ പരിഷ്കർത്താവായ ഇദ്ദേഹം ബ്രാഹ്മണാധിപത്യത്തിലുള്ള സമൂഹ വിവേചനത്തിനെതിരെ നിലകൊണ്ടു. സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് പെരിയോർ എന്ന് പറയുന്നത്. അപ്പൊ ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്ത ഒരു വ്യക്തിയാണ്, സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയ വ്യക്തിയാണ്. സ്വാഭിമാന പ്രസ്ഥാനം രൂപീകരിച്ചത് ആര് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ EV രാമസ്വാമി നായ്ക്കറാണ് കേട്ടോ, ഓർത്തിരിക്കുക. ഇനി വെറിയർ എൽവിൻ. ഇന്ത്യൻ നരവംശ ശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ ഒരാളാണ്. ഗോത്ര മനുഷ്യരുടെ തനത് ജീവിതത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഇതാണ്. ഗോത്രവർഗ മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് ആര്? വെറിയർ എൽവിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഓർത്തിരുന്നാൽ മതി. ഗോത്ര മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് ആര്? വെറിയർ എൽവിൻ എന്ന് പറയുന്നത്. ഇനി ഡോക്ടർ അയ്യപ്പൻ എന്ന് പറയുന്നത് തൃശൂർ ജില്ലയിലെ പറവട്ടയിൽ 1905 ഫെബ്രുവരി 5-നാണ് അയ്യപ്പന്റെ ജനനം. അപ്പൊ തൃശൂർ ജില്ലക്കാരനാണെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യൻ സംസ്കാരങ്ങളെ കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞനാണ്. ഇദ്ദേഹവും നരവംശ ശാസ്ത്രജ്ഞനാണ്. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്നും മനിവേഴ്സ്കിയുടെയും അതുപോലെ റെയ്മണ്ട് ഫെർത്തിന്റെയും കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കി കേട്ടോ. കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ഡോക്ടർ അയ്യപ്പൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് മാത്രം ഓർത്തിരിക്കുക നന്നായിട്ട്. കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെ കുറിച്ച് പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ആര്? ഡോക്ടർ അയ്യപ്പൻ എന്ന് പറയുന്നത്. അടുത്തത് കൊടുത്തിരിക്കുന്നത് നഞ്ചിയമ്മയെ പറ്റിയിട്ടാണ്. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽപ്പെട്ട നഞ്ചിയമ്മയ്ക്കായിരുന്നു 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ഇതൊരു സ്റ്റാറ്റിക് GK ആയിട്ട് നമുക്ക് എപ്പോഴും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നഞ്ചിയമ്മയ്ക്കാണ്.
എവിടെയാണ് ജനനം? അട്ടപ്പാടിയിൽ, പാലക്കാട്ടെ അട്ടപ്പാടിയിലാണ് ജനിച്ചത്. അതുപോലെ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഇരുള വിഭാഗത്തിൽ പെടുന്ന വ്യക്തിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രശസ്തമായ പാട്ടാണ്, അത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഗോത്ര വിഭാഗത്തിൽ നിന്നും ഈ പുരസ്കാരം നേടുന്ന ആദ്യ ആളാണ് ആര്? നഞ്ചിയമ്മ എന്ന് പറയുന്നത്. അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ദ്രൗപദി മുർമുവിന്റെ കയ്യിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്? പുരസ്കാരം സ്വീകരിക്കുന്നത്. അതും ഓർത്തിരിക്കുക കേട്ടോ. ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്ന പുസ്തകത്തിലെ ആരുടേതാണ്? നിലമ്പൂർ ആയിഷയുടെ പുസ്തകമായ ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്നതിനുള്ള കുറച്ച് ഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അവർ നാടകത്തിൽ, അക്കാലങ്ങളിൽ നാടകത്തിലേക്ക് സ്ത്രീകൾ വരാറില്ല. സ്ത്രീകൾ വരുന്നത് വളരെയധികം മോശപ്പെട്ട കാര്യമാണ്. അപ്പൊ അതിനെ തുടർന്ന് അവർക്കുണ്ടായ ദുരനുഭവങ്ങളെയൊക്കെ പറ്റിയിട്ട് അവർ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് കേട്ടോ. ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എഴുതിയത് നിലമ്പൂർ ആയിഷയാണ് കേട്ടോ. പണ്ഡിത രമാഭായെ പറ്റിയിട്ട് നോക്കാം. 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച ഇന്ത്യയിൽ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആര്? പണ്ഡിത രമാഭായി എന്ന് പറയുന്നത്. വിധവകളുടെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ക്ഷേമവുമായിരുന്നു പ്രധാന പ്രവർത്തന മേഖല എന്ന് പറയുന്നത്. ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയൊക്കെ ചെയ്തു. ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാഭായിയാണ്. ഓർത്തിരിക്കുക. 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി പ്രയത്നിച്ച വ്യക്തിയായിരുന്നു. ഓർത്തിരിക്കുക. വിധവാ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയ വ്യക്തിയാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഡോക്ടർ പുന്നൻ ലൂക്കോസ് ആരാണെന്ന് നോക്കാം. ഇന്ത്യൻ സർവകലാശാലകളിൽ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകാതിരുന്നതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ ആ ബിരുദം കരസ്ഥമാക്കി. അപ്പൊ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും MBBS ബിരുദം കരസ്ഥമാക്കിയ വ്യക്തിയാണ് ആര്? ഡോക്ടർ പുന്നൻ ലൂക്കോസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത, കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ നിന്നും ബിരുദം നേടിയ ആദ്യ വനിത എന്ന നിലയിൽ പ്രശസ്തയായി. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലെ ആദ്യ വനിതാ പ്രതിനിധിയായിരുന്നു. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലെ ആദ്യ വനിതാ പ്രതിനിധി ആരെന്ന് ചോദിച്ചാൽ മേരി പുന്നൻ ലൂക്കോസ് ആണ്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിതയാണ് ആര്? പുന്നൻ ലൂക്കോസ്. കേരളത്തിൽ ഇന്ത്യൻ സർവകലാശാലകൾ എന്ത് ചെയ്യുന്നില്ല? ബിരുദം കൊടുക്കാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് MBBS ബിരുദം കരസ്ഥമാക്കിയത്. E.K. ജാനകി അമ്മാൾ ആരാ നോക്കാം. കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധമായ സസ്യശാസ്ത്രജ്ഞയാണ് ആര്? E.K. ജാനകി അമ്മാൾ എന്ന് പറയുന്നത്. അപ്പൊ സസ്യശാസ്ത്രജ്ഞയാണ് ആര്? E.K. ജാനകി അമ്മാൾ. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ. ഇമ്പോർട്ടന്റ്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ ആരാണ്? E.K. ജാനകി അമ്മാളാണ്. 1977 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. 1977 പത്മശ്രീ ലഭിക്കുന്നത്. അപ്പൊ E.K. ജാനകി അമ്മാൾ. ഇതെല്ലാം പുതിയ SCERT ഉൾപ്പെടുത്തിയിട്ടുള്ള ഫാക്ട്സുകളാണ് കേട്ടോ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അപ്പൊ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ നിന്ന് വരാം. കാരണം പഴയ SCERT നിന്നും നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞു. അപ്പൊ പുതിയ കണ്ടന്റുകൾ കിടക്കുമ്പോൾ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇതൊക്കെ നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഇനി നമ്മൾ കൊടുത്തിരിക്കുന്നതാണ് ട്രാൻസ്ജെൻഡർ ആരാണ്, അതുപോലെ ന്യൂനപക്ഷം എന്താണ്, ഭിന്നശേഷിക്കാരെ കുറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണ് എങ്ങനെയാണെന്നൊന്നും ഇപ്പൊ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മളിതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ട്രാൻസ്ജെൻഡേഴ്സ് ആക്ട് 2019 പ്രകാരം 2K ഇവരെ പറ്റിയിട്ടുള്ള നിർവചനം പറഞ്ഞിരിക്കുന്നത്. ഏതിലാണ്? 2K പറഞ്ഞിരിക്കുന്നത് കേട്ടോ നിർവചനം. 2019 ആക്ട് പ്രകാരം ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗ പദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തിയാണ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതിൽ ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടും. ഇതാണ് ഡെഫിനിഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. 2K ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്. ഈ ന്യൂനപക്ഷം എന്നാൽ എന്താണ്? മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമാണ് ന്യൂനപക്ഷം എന്ന് പറയുന്നത്. അപ്പം എണ്ണത്തിൽ കുറവുള്ളവരെയാണ് നമ്മൾ ന്യൂനപക്ഷം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016 ഏത് വർഷമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 2016. ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യതയിൽ ഊന്നിയതുമായ സമൂഹ ജീവിതം ഉറപ്പുവരുത്തുവാൻ നിലവിൽ വന്ന നിയമമാണ് ഇത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016 എന്ന് പറയുന്നത്. ഇനി പാരാലിമ്പിക്സിനെ പറ്റിയിട്ടും കൊടുത്തിട്ടുണ്ട്. ഭിന്നശേഷിക്കുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമാണ് ഇത്. പാരാലിമ്പിക്സ് എന്ന് പറയുന്നത് 1948 ആരംഭിച്ചത്. 1948 ഓർത്തിരിക്കുക കേട്ടോ. ഉപ്പ് നിയമം ലംഘിച്ചു, അതാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. 1930 മെയ് 17 ഡേറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. നമ്മളത് കറക്റ്റ് ആയിട്ട് തന്നെ ഓർത്തിരിക്കുക കേട്ടോ. 1930 മെയ് 17 വൻ ജനാവലിയുടെ നേതൃത്വത്തിൽ 27 സ്ഥലങ്ങളിലായി കോഴിക്കോട്ട് കടപ്പുറത്ത് ബ്രിട്ടീഷുകാർ
നടപ്പാക്കിയ ഉപ്പ് നിയമം ലംഘിച്ചു. അപ്പൊ കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പ് നിയമം ലംഘിച്ചത് 1930 മെയ് 17 27 സ്ഥലങ്ങളിലായിട്ടാണ് ലംഘിക്കുന്നത്. എന്താണ് കോഴിക്കോട്ടെ ഗുജറാത്തി നിവാസികൾ താല്പര്യത്തോടെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരുന്നു. തിരുവിതാംകൂറിൽ നിന്നും വന്ന സത്യാഗ്രഹ വോളണ്ടിയർമാരും കൂടെ ചേർന്നു. കടൽ വെള്ളം വറ്റിച്ച് ഉപ്പുമായി നിയമലംഘകർ ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം മുഴക്കി ജാഥ നടത്തി. ഉപ്പ് ഉണ്ടാക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ അവർ കയ്യിൽ കരുതിയിരുന്നു. കടപ്പുറത്ത് നടന്ന ഉപ്പ് സത്യാഗ്രഹ സമരത്തെ പോലീസ് ക്രൂരമായി നേരിട്ടു. സ്വാതന്ത്ര്യ സമര പതാക പോലീസിൽ നിന്നും സംരക്ഷിക്കുവാൻ പി കൃഷ്ണപിള്ളയും അതുപോലെ അബ്ദുൾ റഹ്മാൻ സാഹിബും ഐതിഹാസികമായ പ്രതിരോധമാണ് നടത്തിയത്. പി കൃഷ്ണപിള്ളയും അബ്ദുൾ റഹ്മാൻ സാഹിബും ഒക്കെ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട കോഴിക്കോട് പ്രവർത്തിച്ച വ്യക്തികളാണ്. ഓർത്തിരിക്കുക. 1930 മെയ് 17 ഓർത്തിരിക്കുക കേട്ടോ. ജീവിക്കാനുള്ള അവകാശം എന്നാൽ അന്തസ്സോടെയുള്ള ജീവിതം എന്നാണ് അർത്ഥമാക്കുന്നത്. ആർട്ടിക്കിൾ 21 എന്താണ് പറയുന്നത് എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ജീവിക്കാനുള്ള അവകാശം എന്താണ്? അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമാണ്. ശുദ്ധവായു, ശുദ്ധജലം, മതിയായ പോഷകാഹാരം എന്നിവയൊക്കെ ഇതിനകത്ത് ഉൾപ്പെടും. അത് ഓർത്തിരിക്കുക കറക്റ്റായിട്ട്. ജസ്റ്റിസ് രംഗനാഥ് മിശ്ര ആയിരുന്നു എന്ത് മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കുക. ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ് ആദ്യത്തെ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ SRTയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിൽ മേൽ അന്വേഷണം നടത്തുക. അതുപോലെ ജയിലിലും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക. മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക. മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ ജയിലിൽ സന്ദർശിച്ച് അവർക്ക് വേണ്ട ശുപാർശകൾ നടത്തേണ്ടത് മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയാണ്. ഓർത്തിരിക്കുക. മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതിൽ പരാതി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അന്വേഷിക്കാം. സ്വമേധയാലും ഇവർക്ക് അന്വേഷിക്കാവുന്നതാണ്. പിന്നെന്താണ്? ഫലപ്രദമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് കൊടുക്കേണ്ടത് ഇവരുടെ ചുമതലയാണ്. അതുപോലെ തന്നെ മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിക്കേണ്ടതും ഇവരുടെ ചുമതലയാണ്. ഓർത്തിരിക്കുക. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഇനിയും ചോദിക്കാം കേട്ടോ. ഇനി കൈലാഷ് സത്യാർത്ഥിയും അതുപോലെ മലാല യൂസഫ്സായിനെയും പറ്റിയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2014 മലാലയോടൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് ആര്? കൈലാഷ് സത്യാർത്ഥി എന്ന് പറയുന്നത്. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? നമ്മുടെ കൈലാഷ് സത്യാർത്ഥിയാണ് കേട്ടോ. ഇനി മലാല യൂസഫ്സായി അതായത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയതിന് 17-ാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് ആര്? മലാല യൂസഫ്സായി. 17-ാം വയസ്സിൽ നോബൽ സമ്മാനമാണ് ലഭിക്കുന്നത്. എന്തൊക്കെയാണ് അവകാശങ്ങൾ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ആർട്ടിക്കിൾ ബേസ് പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് എന്തൊക്കെ അതിനകത്ത് വരുന്നു എന്നുള്ളത് SRT കൊടുത്തിരിക്കുന്നത് നോക്കാം. സ്വാതന്ത്ര്യം എന്റെ അവകാശമാണ്. അതുപോലെ കുട്ടി എന്ന നിലയിൽ സംരക്ഷണം എന്റെ അവകാശമാണ്. വാർദ്ധക്യത്തിൽ സംരക്ഷണം മാതാപിതാക്കളുടെ അവകാശമാണ്. വിദ്യാഭ്യാസവും അതിനുള്ള അടിസ്ഥാന സൗകര്യവും എന്റെ അവകാശമാണ്. അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അത് പരിഹരിച്ചു കിട്ടാൻ എനിക്ക് അവകാശമുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അവകാശങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ കടമകളാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കും നൽകുക എന്റെ കടമയാണ്. എന്നെ സംരക്ഷിക്കുക മാതാപിതാക്കളുടെ കടമയാണ്. വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്റെ കടമയാണ്. സ്കൂൾ നിയമങ്ങൾ അനുസരിക്കുക എന്റെ കടമയാണ്. രാഷ്ട്ര സേവനവും സാമൂഹ്യ സേവനവും എന്റെ കടമയാണ്. അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവകാശങ്ങൾ എന്തൊക്കെയാണ്, കടമകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒരു പോർഷൻ പഠിച്ചിരിക്കണം. ആർട്ടിക്കിൾ സഹിതം നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്ന ഒരു മേഖലയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ കുറച്ച് ഭാഗമേ ഉള്ളൂ. അത് വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 10 മാർക്ക് ആ ഭാഗത്തുനിന്ന് കിട്ടുന്നതാണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ക്ലാസ്സിൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് എല്ലാം നമുക്ക് ആ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിരിക്കുന്നത്. ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക. സ്റ്റേജ് 1 ഇനി ഒട്ടും സമയമില്ല. അപ്പോൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖലകൾ മാത്രം ലാസ്റ്റ് മിനിറ്റ് റിവൈസ് ചെയ്ത് പോവുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും